എൻ്റെ ഡെയിലി ആർട്ടിൽ ഞാനിന്ന് കാണിക്കാൻ പോകുന്നൊരു ആർട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബാഡ്ജ് കിട്ടാത്ത ആൾക്കാർ, ഇതിൻ്റെ നടുക്കുള്ള ഒരു ഗ്രീൻ ഞാൻ വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബാഡ്ജ് കിട്ടാത്ത ആൾക്കാർ, എന്ത് പ്രോഗ്രാമിന് പോലും നമുക്ക് എല്ലാവർക്കും ഒരു ബാഡ്ജ് കിട്ടാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നാളൊക്കെ ബാഡ്ജ് സൂക്ഷിച്ച് വെച്ചിട്ട് ഒന്നുകിൽ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ വെറുതെ കളയുക, ചിലപ്പോൾ ഭംഗിക്ക് വേണ്ടി നമ്മുടെ ഷോക്കേസിൽ വെച്ചേക്കും. ഈ ഇങ്ങനത്തെ സംഭവം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ആർട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു നല്ല അടിപൊളി പൂവായത് കണ്ടോ, ഈ ബാഡ്ജ്. ഇത് എങ്ങനെയെന്നൊന്നും ഒരു പഠിക്കാനൊന്നും ഇല്ല. ഇത് പെട്ടെന്ന് നമ്മുടെ ഒരു ഐഡിയ അപ്ലൈ ചെയ്ത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു പൂവാണ്. ഇത് ശരിക്കും ക്രേ പേപ്പർ കൊണ്ടുള്ള ഇലയാണ്. ഇത് വെറും ഒരു കമ്പി. ഈ പൂ കണ്ടോ, അത്ര ഭംഗിയില്ല, ഒറിജിനാലിറ്റി ഇല്ലെങ്കിലും നമ്മുടെ ഷോക്കേസിൽ വെക്കാമല്ലോ. ഇത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിനെ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതാകെ ഒരു സിസർ മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇതിനിങ്ങനെ വെട്ടിയെടുക്കണം. ഇതിൻ്റെ റെഡ് പാർട്ട് മാത്രം കണ്ടോ, ഇങ്ങനെ കിട്ടും. നമുക്ക് പെട്ടെന്ന് ഇതിനെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. റെഡ് പാർട്ട് മാത്രമായിട്ട് എടുക്കാം. കണ്ടോ, ഇത്ര പെട്ടെന്ന് ആ റെഡ് പാർട്ട് കിട്ടിയെന്ന് കണ്ടോ. ഇതിനെ എന്ത് ചെയ്യണം, ഈ ബാക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, പല കളറും കാണും. ഇതിനെ ഇങ്ങനെ എടുത്തിട്ടത് കണ്ടോ, വളരെ എളുപ്പമല്ലേ. ഒരു പൂ വന്ന ഭംഗി കണ്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ബാഡ്ജ് ഇങ്ങനെ ഒരു പൂവാക്കാം. ഇത് കണ്ടോ, എത്ര പെട്ടെന്ന് ഇത് നമുക്ക് ചുരുട്ടിയെടുക്കാമെന്ന് പറയാം. ഇതിനകത്ത് വേറെ ഒരു ആർട്ടും അപ്ലൈ ചെയ്യണ്ട. പൂ കണ്ടോ, ഈ പൂവിനെ എന്ത് ചെയ്യണം, നമുക്ക് ഇതുപോലെ ഒരു കമ്പി, ഈ കമ്പിക്കകത്ത് ഈ പൂ നടുക്ക് സെൻറ്ററിൽ കൂടെ ഈ കമ്പി ഇങ്ങനെ കോർത്തിട്ട്, ഇത് ഇല ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഇല ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ ഒരു ഇലയും കൂടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, പൂക്കൾ കണ്ടോ, എന്ത് ഭംഗിയായിട്ട് നമ്മുടെ ഈ പൂക്കൾ നമ്മുടെ ഷോക്കേസിൽ വയ്ക്കാം. ഇതാണ് മറ്റൊരു ആർട്ട് വർക്കുമായിട്ട് നാളെ കാണാം. Nothing is waste in this universe.